അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഒരു സദസ്സിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല്. അങ്ങനെ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ട് റബ്ബിന് എത്ര സ്തുതിച്ചാലും മതിയാവൂല. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്കിപ്പോ ക്ലാസ്സിനെ കുറിച്ച് പറയാണെങ്കില് ക്ലാസ്സിനെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല നൂറ മാം. ക്ലാസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഹസ്ന മാമിന്റെ ആയാലും റയ മാമിന്റെ ആയാലും രണ്ടും അങ്ങനെ തന്നെയാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കേറാനും എടുക്കാനും എന്ത് ജോലി ഉണ്ടെങ്കിലും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്ലാസ്സിൽ കേറണമെന്നുള്ള ഒരു വെമ്പലാ. ആ ക്ലാസ്സിൽ കേറണം. അത് ആ ഇൽമിന്റെ പടച്ചോൻ തരുന്ന ഒരു മമ്പത്താണെന്നാണ് എനിക്ക് തോന്നണെ. കാരണം ഒരുപാട് പ്രയത്നിച്ചിട്ട് കിട്ടിയതാണ് ഈ ഒരു തഫ്സീറിന്റെ കോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യുന്ന വലിയൊരു അഭിമാനമാണ്. നമ്മളെ ഇസ്ലാം മതത്തിൽ ജനിപ്പിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഖൈർ. രണ്ടാമത്തത് റസൂലിന്റെ ഉമ്മത്തായി നമുക്ക് ജനിക്കാൻ പറ്റി. അത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ ഒരു അറിവിന്റെ ഒരു ലോകം തന്നെ നമുക്ക് തുറന്നു തന്ന ഈ ഒരു അക്കാഡമി എന്ന് പറഞ്ഞാല് ഞാനെല്ലാം ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഒരു തഫ്സീറിന്റെ ഒരു കോഴ്സ് അല്ലാഹുവേ നിന്നെക്കുറിച്ചുള്ള ഒരു അന്ന് ആഴത്തിലൊന്ന് പഠിക്കാനുള്ള ഒരു അവസരം ഒന്ന് തുറന്നു താ അല്ലാന്ന്. അപ്പൊ അതെല്ലാം നമ്മളെടുത്ത് നോക്കുമ്പോ എല്ലാം അത് ആണുങ്ങളുടേതാ. ആണുങ്ങളുടെ ക്ലാസ്സും ആണുങ്ങളെ കുറിച്ചുള്ളതും എല്ലാം ആണുങ്ങൾ പ്രസംഗിക്കുന്നതും ഒക്കെ ഉള്ളൂ. ഈ ലേഡീസിന്റെ ഒരു സെക്ഷനും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഈ നൂറുൽ ഖുർആൻ അക്കാഡമി എന്ന് കേട്ടപ്പോ ഉണ്ടല്ലോ ഞാനത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കേറിയതാ. എന്തായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഈ 4 മാസം കൊണ്ട് കിട്ടിയിട്ടുള്ളത് പറയാതെ വയ്യ. കാരണം ഇത് 10/10/2023 തുടങ്ങി വെച്ച ആ ക്ലാസ് അന്ന് തന്നെ നിയ്യത്ത് ചെയ്ത് കേറിയതാണ്. പടച്ചോനെ നിന്റെ തൃപ്തിക്കും നിന്റെ പൊരുത്തത്തിനും വേണ്ടിയാണ് അല്ലാഹ് ഞാൻ ഈ ക്ലാസ്സിലിരിക്കുന്ന നിന്റെ കലാമിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹ് നീ കബൂലാക്കണേ എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ച് കേറിയതാ. ഇപ്പൊ നൂറാമ്മയും പറഞ്ഞതുപോലെ ശൈത്താൻ പിന്നിൽ നിന്ന് അതിന്റെ ഒരുപാട് പുഷിങ് ഇങ്ങനെ ഉണ്ടാവും. പറ്റുവോ? പറ്റുവോ? കഴിയോ? കഴിയോ? അതെല്ലാം ഇങ്ങനെ വകഞ്ഞ് മാറ്റിക്കൊണ്ടിട്ട് പടച്ചോന്റെ എന്താന്നറിയില്ല. അള്ളാഹു തആല ഒരുപാട് ബ്ലെസ്സിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നൂറാമ്മ പറഞ്ഞ പോലെ തന്നെ ഉലമാക്കളൊക്കെ ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചിട്ടാണ് അവർ ഈ ദീനിനെയൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇപ്പൊ നമുക്കെന്ന് പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യണ്ട. എല്ലാം ഒരു വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. അത് നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തിയാ മതി. ആ കിട്ടിയ ഒരു നിയമത്ത് ഒരിക്കലും നമ്മൾ തട്ടിക്കളയാൻ നോക്കാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ ക്ലാസ്സിനെ കുറിച്ചെന്ന് പറയണേ ഹസ്ന മാമിന്റേതാണെങ്കിൽ എല്ലാം അൽഹംദുലില്ലാഹ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. എത്ര ഉറക്കം വന്നാലും അത് ആ ഒരു ഇൻട്രസ്റ്റ് കാരണം നമ്മളത് അതിലോട്ട് ലയിച്ചിരുന്ന് പോകും. റായ മാമിന്റേതും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാഷാ അല്ലാഹ് ചെറിയ കുട്ടികളെ കേട്ടിട്ട് ഇതിന്റെ പിന്നിലുള്ള ഒരു ത്യാഗം എന്ന് പറയുന്നത് അവര് വലിയൊരു ത്യാഗമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ടീച്ചർമാർക്ക് എല്ലാവർക്കും നമ്മുടെ റായ മാമിനായാലും ഹസ്ന മാമിനായാലും ഞങ്ങളുടെ ഗ്രൂപ്പ് അമീർ ഷെയ്ന മാമിനായാലും നൂറ മാമിനായാലും ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രയത്നിക്കുന്നുണ്ടോ അല്ലാഹ് പടച്ചോനെ ഓരോ ശ്വാസത്തിനും നീ അവർക്ക് പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഒരു ദിവസം പോലും പറയാത്തതില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങളും കാര്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ. പിന്നെ നൂറ മാം ഒരു കാരണവശാലും വിഷമിക്കണ്ട. ഇതിപ്പോ 10 മാസം കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നബവ ടു നാസ് വരെ തീർക്കാൻ പറ്റിയിട്ടില്ല. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് ഇനി 1 വർഷമല്ല 2 വർഷം ഇത് തീർത്താലും പ്രശ്നമില്ല. കാരണം ഞാനെല്ലാം ആഗ്രഹിച്ച് കിട്ടിയ ഒരു നിധിയാണ് വല്യമ്മ. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാ ഇത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 1 വർഷം കൊണ്ട് തീർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ഞങ്ങക്ക്. 1 വർഷം കൂടെ ഫീസ് അടച്ചാലും ഒരു പ്രശ്നവുമില്ല. അത്രത്തോളം ആഗ്രഹിച്ചിട്ടാ ഇത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നിലനിർത്തി തരട്ടെ. ഒരിക്കലും വിട്ടേച്ച് പോകാതെ ശൈത്താന്റെ പിന്നിൽ നമ്മൾ ചതിയിൽപ്പെട്ട് പോകാതെ പടച്ചോൻ ഇത് നിലനിർത്തി തരട്ടെ എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥന തന്നെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ ടീച്ചർമാർക്കും ഹിദായത്തും ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.